കോഫി ആൻഡ് കോമ്പസ്. തുടങ്ങുവാണ് മുന്നേ തുടങ്ങുവാണ്. അപ്പോൾ കോഫി ആൻഡ് കോമ്പസിന്റെ പോഡ്കാസ്റ്റ് നമ്പർ 1 ഗ്രീൻസിന് സ്വാഗതം. എനിക്കും സ്വാഗതം, അലോകിനും സ്വാഗതം. താങ്ക് യു. കോഫി ആൻഡ് കോമ്പസ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി. ഒരു മാസം ഡിസ്കഷൻ ഒക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-2.5 മാസമായി. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ മെയ് 1 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2.5 മാസമായി. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ഇട്ട് തുടങ്ങി. ഇറ്റ്സ് ഗോയിങ് പ്രിറ്റി നൈസ് ഇഫ് ഐ എം റൈറ്റ്. പിന്നെ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാംസിൽ നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങി. എല്ലാവിടെയും എത്തുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് അവർ പോഡ്കാസ്റ്റ് സെഷൻ ഓഫ് കോഫി ആൻഡ് കോമ്പസ്. Since this being the first session, ഗ്രിൻസിനെ എനിക്കറിയാം. ഗ്രിൻസ് ഇപ്പം കാനഡയിൽ വന്നിട്ട് ഏകദേശം 6 years ആയി. അപ്പം ഗ്രിൻസ് ഇവിടെ വരുമ്പം +2 കഴിഞ്ഞിട്ടുള്ള ലൈക്ക് ഒരു 19 വയസ്സുള്ളൊരു കുട്ടി, 19 വയസ്സുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം ഈ 6 വർഷത്തിൽ ഗ്രിൻസിന് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വന്ന ചാലഞ്ചസ്, ലൈക്ക് എന്താ പറയുക, പുതിയൊരു കൺട്രിയിലേക്ക് മാറുമ്പം നമുക്കുണ്ടാവുന്ന എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയായിരുന്നു, ആ 19 വയസ്സുകാരിൽ നിന്ന് ഇപ്പോഴുള്ള ഗ്രിൻസ് ആവാൻ കാനഡ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ ത്രൂ, ലൈക്ക് ഐ വാണ്ട് യു ടു ലൈക്ക് എക്സ്പ്ലെയിൻ വാട്ട് വാസ് ദ പ്രോസസ് ആൻഡ് ലൈക്ക് എങ്ങനെയാണ് ആ 19 വയസ്സുകാരൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഗ്രിൻസ് വർഗീസ് ആയത്. എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ചോദിച്ചത് എൻ്റെ ഒരു ലൈഫ് ജേർണിയാണ്. Yes. I would love to know. Okay. And all our audience will also love to know. Okay. എന്നെ അത്ര ലവ് ഒന്നും ഉണ്ടാവില്ല അത്രയ്ക്ക് കേൾക്കാനായിട്ട്. ഞാൻ അത്ര പോപ്പുലർ ഒന്നും അല്ല, എന്നാലും പറയാം. But it's a quite good story. എന്താ പറയുക, ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ പേര് ഗ്രിൻസ്. ഞാൻ കാനഡ വന്നിട്ട് ഇപ്പം പറഞ്ഞ പോലെ 6 കൊല്ലമായി. പിന്നെ നാട്ടിൽ എറണാകുളം ജില്ലയാണ്, മുളന്തുരുത്തി. പിന്നെ വീട്ടിൽ പപ്പ, മമ്മി, അനിയൻ. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി സെറ്റപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ +2 കഴിഞ്ഞു. +2 വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുളന്തുരുത്തി അവിടെയുള്ള സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. എന്നിട്ട് ഒരു എന്താ പറയുക, ഞാൻ എന്നെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇൻട്രോവേർട്ടഡ് പേഴ്സണാലിറ്റി, അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതും അങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. കൂട്ടുകാരുടെ ഒപ്പോ അങ്ങനെ കറങ്ങാനോ അങ്ങനെ പുറത്തൊന്നും അധികം പോയിട്ടില്ല. വീട്ടുകാര് പപ്പയൊക്കെ ഭയങ്കര പൊക്കോ, ഇങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെ അടച്ചിരിക്കണ്ട, അങ്ങനെ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാലും എനിക്കൊരു താല്പര്യമൊന്നുമില്ല. സോഷ്യലൈസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു, ആൾക്കാരോട് സംസാരിക്കാൻ, മിണ്ടാൻ. പിന്നെ എന്തോ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ മെഡിസിന് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, നീറ്റ് എക്സാം. അതുപോലെ തന്നെ അവിടെ +2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒബിയസ്ലി കുറെ എൻട്രൻസുകളൊക്കെ എഴുതുമല്ലോ. ബ്രില്യൻറ്റിലൊക്കെ പോയി കിടന്നു പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസ് ഒക്കെ എഴുതി, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല. പിന്നെ നമ്മുടെ പ്ലാൻ ഇങ്ങനെ ഒരു ദിവസം രാവിലെ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഏജൻസി അവരുടെ ഒരു പരസ്യം കണ്ടു. അവരുടെ ഒരു കോൺഫറൻസ് കലൂര് നടക്കുന്നു, റിഗാർഡിങ് ദ അബ്രോഡ് സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അങ്ങനെ കാനഡയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, അത് പോയി അറ്റൻഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, കാനഡയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനയാവാം. ഒരു സിനിമയിൽ ജഗതി പറയാനുള്ളതന്നെ, ഈ കോളേജിൽ വന്ന് പഠിച്ചിട്ട് ഡിഗ്രി എടുത്താൽ നിങ്ങൾക്ക് ആനയാവാം, ചേനയാവാം, കുതിരയാവാം എന്നൊക്കെ പറയില്ല. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ സെഷൻ നടക്കുന്നുണ്ടായിരുന്നു. അത് പോയി അറ്റൻഡ് ചെയ്തപ്പോൾ അവിടുത്തെ നമ്മളെ ഇപ്പോൾ കുറേ പോഡ്കാസ്റ്റുകളുണ്ട് കാനഡയിൽ വന്നിട്ട് പറയുന്ന ആൾക്കാർ പറയുന്നത്, കുറേ പോഡ്കാസ്റ്റുകൾ പറയുന്നുണ്ട് കാനഡയിൽ വന്ന് ആപ്പിൾ പറിക്കാം, പശുവിനെ കറക്കാം. അല്ല, ഇത് അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരേ ഏജൻസി ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അത് ഞാൻ പോയ സെഷനിലും ആ ഏജൻസിയിൽ അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് എക്സൈറ്റഡ് ആയി. പക്ഷെ എനിക്ക് പശുവിനെ കറക്കാനും ആപ്പിൾ പറിക്കാനും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നോക്കി കാനഡയിലുള്ള ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസ് ഒക്കെ നോക്കി. പിന്നെ മെഡിക്കൽ ഫീൽഡ് എന്തായാലും വർക്കൗട്ട് ആവില്ല എന്ന് മനസ്സിലായി. വീട്ടുകാരും പറഞ്ഞു, എടാ വേണ്ട, നാട്ടുകാരുടെ ജീവന് സമാധാനം പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പപ്പയും മമ്മിയും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ ഫീൽഡ് മാറ്റി എഞ്ചിനീയറിംഗിലേക്ക് നോക്കി. എഞ്ചിനീയറിംഗിൽ ഞാൻ ആദ്യം ഏജൻസിയിൽ ചെല്ലുമ്പോൾ അവർ പറയണത് മൊത്തം ഈ ടൊറൻറ്റോ, ഒണ്ടാരിയോ ആ സൈഡിലുള്ള ഏജൻസീസാണ്, കോളേജുകളെ കുറിച്ച് അവർ മെയിനായിട്ട് പറയണത്. അപ്പോൾ അങ്ങനെ ആ ഒരു സൈഡിലെ കോളേജുകളൊക്കെ നോക്കി. പക്ഷെ അവിടെ ഞാൻ പറയുന്ന കോഴ്സുകളല്ല അവരെനിക്ക് ചൂസ് ചെയ്ത് തരുന്നത്. ദേ ആർ സജസ്റ്റിംഗ് മീ സം കോഴ്സസ്. അപ്പോൾ അവരെനിക്ക് ഇലക്ട്രോ മെക്കാനിക്കൽ സജസ്റ്റ് ചെയ്തു, അത് സജസ്റ്റ് ചെയ്തു, ഇത് സജസ്റ്റ് ചെയ്തു. പക്ഷേ
എനിക്കെന്തോ എൻ്റെ മനസ്സങ്ങ് സെറ്റായില്ല. സോറി ടു ഇന്ററപ്റ്റ് യു അറ്റ് ദ മൊമെന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഏത് ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചു കഴിഞ്ഞാലും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ആയിട്ട് എനിക്കത് തോന്നുന്നുണ്ട്. അതായത് കോഴ്സ് എന്ത് സെലക്ട് ചെയ്യണം, അത് ഒരു മെയിൻ ഫാക്ടർ ആട്ടോ കാനഡയിലേക്ക് വരും. അത് നമ്മൾ ഭയങ്കരമായിട്ട് റിസർച്ച് ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രിൻസിന് എങ്ങനെയാണ് ലൈക്ക് എന്ത് ഡിസിഷനാണ് ഗ്രിൻസിന് ലൈക്ക് ഓക്കെ ഈ കോഴ്സ് എടുക്കണം എന്ന് ലൈക്ക് ഒരു തീരുമാനം എടുക്കാൻ സഹായിച്ചതും, പിന്നെ അതിനപ്പുറം ലൈക്ക് ഈ കോഴ്സ് ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ തരുന്ന കോഴ്സ് വേണ്ടാന്ന് ഒരു ദൃഢനിശ്ചയത്തോടെ ഇങ്ങോട്ടേക്ക് വരാൻ എന്താണ് ഹെൽപ്പ് ചെയ്തത്? ദൃഢനിശ്ചയം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എന്താ പറയുക, ഞാൻ ആദ്യം കാനഡയിലെ എക്കോണമി എന്താണെന്ന് നോക്കി. കാനഡയിലെ എക്കോണമി എന്താണെന്ന് നോക്കി. അപ്പോൾ എന്താ പറയുക, പിന്നെ എനിക്ക് എന്തായാലും ഒണ്ടാരിയോ ആ സൈഡിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. കാരണം അങ്ങോട്ടേക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഇമിഗ്രേഷൻ നടക്കുന്ന. ഇനിയിപ്പോ ഒരു വെറൈറ്റി പോലെ വെസ്റ്റേൺ കാനഡ നോക്കാന്ന് വെച്ചു. വെസ്റ്റേൺ കാനഡ നോക്കിയപ്പോൾ പിന്നെ വരുന്നത് വാങ്കൂവർ, ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട, സസ്കാച്ചുവൻ. സസ്കാച്ചുവൻ ഈസ് സോ റൂറൽ എന്നാണ് ഞാൻ കേട്ടത്. ഐ വുഡ് എഗ്രി. ഞാൻ അവിടെ പോയ ആൾക്കാരും പിന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ലൈക്ക് ദേ സേ ദ സെയിം തിങ്. പിന്നെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. സൂപ്പർ എക്സ്പെൻസീവ്. പിന്നെ നോക്കിയപ്പോൾ ആൽബർട്ട ഇസ് ദ ബെറ്റർ ഓപ്ഷൻ. അവിടെ ആൽബർട്ടയിലുള്ളത് 2 കോളേജസ് ആണ്, സെയ്റ്റും നെയ്റ്റും. മീൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന 4-year പ്രോഗ്രാമിനുള്ള ഫണ്ട് എടുക്കുക എന്നുള്ള ഭാഗം നമ്മുടെ വീട്ടുകാർക്ക് ഇല്ല. നമ്മൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്താൽ വന്നത്. അപ്പോൾ പിന്നെ നമ്മളൊരു പോളിടെക്നിക് സെയ്റ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ എക്കോണമി നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആൽബർട്ട അങ്ങനെ ഫോക്കസ് ചെയ്തു. ആൽബർട്ട പ്രൊവിൻസ് ഫസ്റ്റ് ലൈക്ക് എല്ലാ പ്രൊവിൻസിൽ നിന്നും ആൽബർട്ട ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് ആൽബർട്ടിന്റെ അകത്ത് ഡിഗിൻ ചെയ്യാൻ തുടങ്ങി. ആൽബർട്ടയിൽ ഡിഗിൻ ചെയ്യാൻ നോക്കി. അപ്പോൾ ആൽബർട്ടയിൽ നോക്കിയപ്പോൾ ആൽബർട്ടയുടെ മെയിൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. 100%. ആൽബർട്ടയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഇവിടുത്തെ മെയിൻ ഇവിടുത്തെ എക്കോണമീനെ, അതായത് കാനഡയിലേക്ക് കാനഡയുടെ GDP-യിലേക്ക് മെയിൻ കോൺട്രിബ്യൂഷൻ നടത്തുന്നതിൽ വൺ ഓഫ് ദ മെയിൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. അത് ആൽബർട്ട പ്രൊവിൻസിൽ നിന്നാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. പക്ഷെ അന്നേരം ഇവിടുത്തെ ന്യൂസും, അതായത് കമ്പനികൾ ലേ ഓഫ് ചെയ്യുന്നുണ്ട് സ്റ്റിൽ. ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളറ്റൈലാ. ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് സ്റ്റേബിൾ ജോബ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എപ്പോ വേണമെങ്കിലും ലേ ഓഫ് വരാം. കാരണം കമ്പനികളുടെ മെർജർ, അക്വിസിഷൻസ് അങ്ങനെ നടക്കുന്നുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് അറൗണ്ട് ദ വേൾഡ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. പിന്നെ എല്ലാവരും പറയും ഫോസിൽ ഫ്യൂവൽസിന് ഇനി അധികം ലൈഫ് ഇല്ല, കൂടി പോയി കഴിഞ്ഞാൽ ഒരു 50 years 75 years മാക്സ് എന്നാണ് എല്ലാരും പറയണത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഐ വുഡ് സേ നമുക്ക് അതിനെക്കുറിച്ച് ലൈക്ക് അല്ല, ഈ മേ ബി ഈ ഒരു പോഡ്കാസ്റ്റിന്റെ അവസാനം വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. കാരണം ലൈക്ക് വി വിൽ ബി ലീഡിങ് ടു ദാറ്റ് at the end. അപ്പോൾ എന്താ പറയാ, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇവിടുത്തെ ഇൻഡസ്ട്രി ഇതാണ്, ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചിറങ്ങി. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ജോലി ജോലി കിട്ടുക. അപ്പോൾ ഇപ്പോൾ സെയ്റ്റ് പോളിടെക്നിക് ആണ്. ഇവിടെ പഠിച്ചിറങ്ങി എല്ലാവർക്കും തന്നെ ജോബ് എന്താ പറയുക, പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ സെയ്റ്റിലും നെയ്റ്റിലും പഠിച്ചിറങ്ങുന്നവർക്ക് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഞാൻ നോക്കി സെയ്റ്റും നെയ്റ്റും. ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന ഒരാളാട്ടോ. അപ്പോൾ ഞാൻ പള്ളി ഉണ്ടോന്നും കൂടെ ഞാൻ അതും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ജാക്കോബേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ജാക്കോബായ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ പള്ളിയിൽ പോകാനൊക്കെ ആയിട്ട് കാൽഗറി ഞാൻ ചൂസ് ചെയ്തു. കാൽഗറിയിൽ വന്നു എന്താ പറയുക, സ്ഥലമൊക്കെ ആയിട്ട് സെറ്റായി. പഠിച്ചു. പെട്രോളിയം എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ 2-year പ്രോഗ്രാമാണ് പഠിച്ചത്. അത് പഠിച്ച് പാസ് ഔട്ടായി. ഇപ്പോൾ കുറേ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തു, ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു ഡ്രില്ലിംഗ് ടെക്നോളജിസ്റ്റ്. നമ്മൾ ആക്ച്വലി ഇപ്പം ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ് ആയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഏജൻസിന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ കാനഡയിലെത്തി. അങ്ങനെ ഓരോ പോയിന്റ് വൈസ് പോയിന്റ് പറയണല്ലേ? ഞാൻ ജസ്റ്റ് ഇപ്പൊ എന്റെ ഒരു ഷോർട്ട് ആയിട്ട് ബിക്കോസ് ലൈക്ക് മീൻസ് അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഐ വുഡ് ലൈക്ക് ടു നോ ലൈക്ക് ആ ഒരു തോട്ട്സ്, പിന്നെ എന്താ പറയുക ആ ഒരു ഫീലിംഗ് ലൈക്ക് മൂവിങ് ടു എ ഡിഫറെന്റ് കൺട്രി, ലൈക്ക് ആ ഒരു ചെറിയ പ്രായത്തില്. കാരണം ലൈക്ക് ഇപ്പം ഗ്രിൻസ് തന്നെ പറഞ്ഞു ലൈക്ക് ഭയങ്കര ഇൻട്രോവേർട്ടായി. പിന്നെ എന്താ പറയാ, വീട് സ്കൂള് വീട്, എന്താ പറയാ ലൈക്ക് പപ്പ അങ്ങനത്തെ ഒരു അത് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഓക്കെ ആയിരുന്നു. വിസ എല്ലാം വന്നു, എല്ലാം ചെയ്തു, എല്ലാം റെഡി. പക്ഷെ എനിക്ക് ആ ഒരു റിയാലിറ്റി ഹിറ്റാണ്. അത് കാനഡയിലേക്ക് പോവുകയാണെന്നുള്ള ഓഗസ്റ്റ് 4 2019 ഓഗസ്റ്റ് 4 കാനഡയ്ക്ക് പോരുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴേക്കും എന്റെ റിയാലിറ്റി എനിക്ക് ഹിറ്റായി. അതുവരെ എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്വപ്ന ലോകത്തെന്ന് വേണമെങ്കിൽ പറയും, കാനഡയ്ക്ക് പോവുകയാണ്. അന്നേരം നമ്മൾ മറ്റേ പണ്ടത്തെ മോഹൻലാലിന്റെ ഒക്കെ ഒരു സിനിമയില്ലേ, അക്കരെ ശ്രീനിവാസനും മോഹൻലാലും കൂടെ പോണേ. അപ്പൊ അതിനകത്ത് അമേരിക്ക കണ്ടിട്ടുണ്ട്. അപ്പൊ US കാനഡ അടുത്താണല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു ഇതിലൊക്കെയാണ് ഇങ്ങനെ
നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ 2 countries സിനിമയുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട ആ ഒരു വൈബിലൊക്കെയാണ് ഇരുന്നത്. ഈ മനസ്സിൽ മറ്റേ ഇതുണ്ടോ, ആ പാട്ട് പാടുന്നുണ്ടോ, ലൈക്ക് സ്വപ്നത്തിലോ അല്ല. എന്നിട്ട് എന്താ പറയാ, ഓഗസ്റ്റ് 4 റിയാലിറ്റി എന്റെ തലേദിവസമൊക്കെ ആയപ്പോഴും പോവാറായി. കാരണം വീട്ടുകാരെയൊക്കെ വിട്ടു പോകണം. അതും നിസാരപ്പെട്ട ദൂരമൊന്നും അല്ല. അതെ, ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദുബായ് അല്ലെങ്കിൽ മലേഷ്യ, സിംഗപ്പൂർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ നമ്മൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 to 8 മണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺ ദ സെയിം ഡേ നമുക്ക് തിരിച്ചെത്താൻ പറ്റും. പക്ഷെ കാനഡ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് എർത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഐ ഡോണ്ട് നോ ഇഫ് ഐ എം റൈറ്റ്, ബട്ട് എന്താ പറയാ, ഇപ്പൊ ഇന്ത്യ ഇവിടെയാണെങ്കിൽ അതിന്റെ നേരെ പുറകിലാണ് കാനഡ. രാത്രിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ വരികയാണെങ്കിൽ മിനിമം 19 hours ആണ്. മിനിമം 19 hours ലൈക്ക്. പക്ഷേ ഫ്ലൈറ്റ്സ് ആർ ലൈക്ക് സൂപ്പർ എക്സ്പെൻസീവ്. അതിന് പുറമെ ലൈക്ക് നമ്മളൊരു സാധാരണ രീതിയിൽ വരുന്നതാണെങ്കിൽ 26 തൊട്ട് 27 മണിക്കൂർ വരെ എടുക്കും നമ്മൾ എന്താ പറയാ നാട്ടിൽ എത്തണ്ടെങ്കിൽ. അപ്പം ലൈക്ക് ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു റിയാലിറ്റി ഹിറ്റ് ആണ്. ലൈക്ക് ഒരു 19 വയസ്സുകാരൻ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തത്? എനിക്ക് അതൊന്നും അറിയത്തില്ലടാ. എങ്ങനെയൊക്കെയോ നടന്നു. അതായത് ഫ്ലൈറ്റിൽ കയറി, എയർപോർട്ടിലെ ഫസ്റ്റ് ഫ്ലൈറ്റും കൂടിയാണെന്ന് ഓർക്കണം. അതും ഇന്റർനാഷണൽ ഇത്രയും ട്രാവൽ ചെയ്യുവാണ്. അപ്പോൾ എന്താ പറയാ, കൊച്ചിയിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് ഒക്കെ കയറി അവിടെ ഇമിഗ്രേഷൻ ഒക്കെ ചെയ്തു. ആ ദിവസം ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. കാരണം എന്റെ ചാച്ചൻ ഭയങ്കരമായിട്ട് ഇന്റർനാഷണലി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, എന്റെ മമ്മിയുടെ ബ്രദർ. അപ്പൊ പുള്ളിയുടെ കണക്ഷൻ വെച്ച് അവിടെ എത്തിഹാദിൽ വർക്ക് ചെയ്യുന്ന ഒരാള്. പുള്ളി എന്നെ കൊണ്ട് ഇമിഗ്രേഷൻ കൗണ്ടറിലെല്ലാം ചെയ്ത് എന്നെ മറ്റേ ലൗഞ്ചിൽ കൊണ്ട് ഇരുത്തി. നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു. അവിടെ അവര് എനിക്ക് സെക്യൂരിറ്റി ചെക്കും എല്ലാം എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. എല്ലാം ഈസി ആയിട്ടൊക്കെ നടന്നു. എന്നെ ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു. റൂട്ട് എങ്ങനെയായിരുന്നു? റൂട്ട് എന്റെ കൊച്ചി, അബുദാബി, ടൊറോണോ ടു കാൽഗറി. കൊച്ചി, അബുദാബി, ടൊറോണോ. ഓക്കെ. എന്നാലും ഇറ്റ്സ് എ ഗുഡ് ഫ്ലൈറ്റ്. എത്തിഹാദ് ആയിരുന്നു. അപ്പൊ എന്നിട്ട് അവിടെ നിന്നൊക്കെ കയറി. പക്ഷെ അബുദാബിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കളി മൊത്തത്തിൽ മാറുന്നത്. അബുദാബി വലിയൊരു എയർപോർട്ടും, ഞാനാണെങ്കിൽ എനിക്ക് അറിയത്തില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നൊക്കെ പറയില്ലേ, അതുപോലെ നിൽക്കുക. എനിക്ക് അറിയത്തില്ല. എനിക്ക് 2-3 hours ലേ ഓവർ സംതിങ് ഉണ്ട്. എനിക്ക് എന്തായാലും അടുത്ത ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യണം, ടൊറന്റോയ്ക്ക് പോകണം. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പരിമേപ്പുരി ചേട്ടൻ, ഒരു മലയാളി ചേട്ടൻ, പിന്നെ അബുദാബിയിലൊക്കെ ഇഷ്ടംപോലെ മലയാളീസ് വർക്ക് ചെയ്യുന്നത്. മീൻസ് ഒരു ഷോക്ക് ആയി പോയോ പെട്ടെന്ന്? വേറൊരു ലോകത്ത് നമ്മുടെ മൈൻഡില് നമുക്കറിയാം വേറൊരു രാജ്യമാണ്, പക്ഷെ അവിടെ ഒരു മലയാളി വന്നിട്ട് മോനെ പുള്ളി എന്നെ വിളിച്ചു. നീ പറഞ്ഞ പോലെ തന്നെ പുള്ളി എന്നെ വിളിച്ചു. എടാ നിനക്ക് എന്താ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിച്ചു. അവന് ചേട്ടാ എനിക്ക് കാനഡയ്ക്കാ പോകണ്ടേ. അപ്പൊ അടുത്ത പുള്ളി അപ്പം തന്നെ പുള്ളിയുടെ വർക്ക് ചെയ്യണം. പുള്ളി അപ്പം തന്നെ എൻ്റെ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് വാങ്ങി നോക്കി. പുള്ളി പറഞ്ഞു ഈ ഗേറ്റ് ഒക്കെ നീ നേരെ വിട്ടാൽ മതി. പിന്നെ വെച്ച് പിടിച്ചു, ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്തു. പിന്നെ എല്ലായിടത്തും ഒരു എന്താ പറയുക, ഒരു കരുതലുണ്ടായിരുന്നു എനിക്ക്. എന്നെ ആരോ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെക്കുന്ന പോലത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ടൊറന്റോ മീൻസ് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ഇങ്ങനെ പോകണം, കാലിക്കറ്റിലേക്കാണ് പോണത്. അപ്പോൾ അവർ കൊണ്ടുവന്ന സ്നാക്സും ചിപ്സൊക്കെ തന്ന് എന്നെ ടേക്ക് കെയർ ചെയ്ത് എന്നെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ ജേർണി ഞങ്ങൾ ടൊറന്റോയിലെത്തി. ടൊറന്റോയിൽ നിന്ന് സ്റ്റഡി പെർമിറ്റ് ഒക്കെ അടിച്ച് വാങ്ങി. നല്ല ലൈനപ്പ് ഒക്കെ ആയിരുന്നു. കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ്, ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ അവരുടെ നിന്ന് അതൊക്കെ കാനഡ ബോർഡർ സർവീസ് ഏജൻസി ഓഫീസറിന്റെ നിന്ന് അതൊക്കെ വാങ്ങി. എന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് ഞാൻ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തു. കാനഡയിൽ എന്റെ ഫസ്റ്റ് പർച്ചേസ് എന്താണ്? എന്റെ റൂമിൽ ഇപ്പോഴും എന്റെ പെട്ടിയിടകത്ത് ഇരിക്കുന്നുണ്ട്. എനിക്ക് താമസമൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. ടു കൺട്രീസ് സിനിമ പറയണം. മറ്റേ വലിയ ഇതിനകത്ത് കിടന്നിരുന്നൊക്കെ ഒരു ബിരിയാണി ചെമ്പിന്റെ ഒക്കെ ഉള്ളിലിരുന്ന് ഒരു മലയാളി റെസ്റ്റോറന്റിന് ബിരിയാണി ചെമ്പിന്റെ ഉള്ളിലേക്ക് ഇരുന്ന് കഴുകിയിട്ടുണ്ട്. ഇൻഡസ്ട്രി ബേസിൽ ഫസ്റ്റ് ഇന്റർവ്യൂ. ഞാൻ അന്നേരം ഭയങ്കര എക്സൈറ്റഡ് ആയി. അതിൻ്റെ ഇടയിൽ ഗ്രാജുവേഷൻ സെറിമണി നടന്നു, ഓൺലൈൻ ആയിരുന്നു. അത് ഞാൻ പോയി അതിന്റെ കഥ ഞാൻ പറയാം. പറഞ്ഞു ഞാൻ അപ്പം